ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ എൻഡ് ചെയ്ത് തേക്ക് മ്യൂസിയത്തിൽ അപ്പോൾ അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. അത് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി നേരെ ഗൂഡല്ലൂർ വഴി പോകാനാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഞങ്ങൾ റൂട്ട് ഫിക്സ് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഏതാണോ നല്ല കാഴ്ചകൾ കാണുന്നത് ആ റൂട്ട് പിടിക്കും. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മറക്കാതെ യാത്ര ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞു. നമ്മള് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് അതെ, ആർടി ചെക്ക് പോസ്റ്റ്. എന്തായാലും നമ്മള് തമിഴ്നാട് കേറി. പിന്നെ നമ്മളിപ്പോ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഞങ്ങള് നിലമ്പൂരിൽ നിന്ന് നേരെ ഗൂഡല്ലൂർ പോവാണ്. ഗൂഡല്ലൂരിൽ നിന്ന് നേരെ ഗുണ്ടൽപേട്ട് പോകാൻ നമുക്ക്, എന്നിട്ട് ബാംഗ്ലൂർ പോകാനാണ്. പക്ഷെ ഞങ്ങള് പ്ലാനൊന്ന് മാറ്റി ഗൂഡല്ലൂരിൽ നിന്ന് മുത്തങ്ങ പോയിട്ട് അവിടുന്ന് നേരെ ഗുണ്ടൽപേട്ട് പോയിട്ട് അവിടുന്ന് ബാംഗ്ലൂർ പോകാനാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വഴി സ്ട്രൈറ്റ് ഗുണ്ടൽപേട്ട് നേരെ ഗൂഡല്ലൂർ ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ അങ്ങോട്ട് പോകുന്ന മുത്തങ്ങ വഴി, അല്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ വഴി കറങ്ങി വരുന്ന പാടായിരിക്കും. ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ചു നോക്കാം. ഏതായാലും ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിട്ട് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി അല്ലേ. ഓ, അവിടെ മറ്റേ സിപ്പ് ലൈനും ഈ ഒരു റൂട്ടിലൊക്കെ പോകേണ്ട ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഫ്യൂവല്. അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിച്ചോ, കാരണം ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ്. അങ്ങനെ നമ്മള് ഗൂഡല്ലൂർ ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടി, ലെഫ്റ്റ് ആണ് നമ്മള്. അതെ, നേരെയാണ് നമുക്ക് കറക്റ്റായിട്ട് പോകേണ്ട വഴി. പക്ഷെ നമ്മൾ നേരെ പോകുന്നില്ല, റൈറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടി, നമുക്ക് ലെഫ്റ്റ് കയറി മുത്തങ്ങ ആ കാട് വഴി ഒന്ന് കയറിപ്പോയി. ഇത് എവിടെ പോവാ? വണ്ടിയിൽ എവിടെ പോവാ? കൊങ്ങനെ കണ്ടോ? ഞാനും വന്നോ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ പിന്നെ കേരളത്തിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ മുത്തങ്ങ പോകുന്നു, അവിടുന്ന് നേരെ ഗുണ്ടൽപേട്ട്. അപ്പോൾ ഇപ്പം സമയം ഏകദേശം 6 മണി ആകാറായി. അതിലെ 9 മണി വരെ വണ്ടി കയറ്റി വിടുന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും എന്നാണ് തിരക്കി പറഞ്ഞത്. എന്തായാലും മുത്തങ്ങ ഞങ്ങൾ എത്തട്ടെ. നമ്മളിത് നേരെ വരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് സുൽത്താൻ ബത്തേരിയും റൈറ്റ് മുത്തങ്ങ ബോർഡ് കാണാം. കല്ലൂർ മൈസൂർ റോഡ്. പിന്നെ ഇത് കണ്ട സൂര്യകാന്തി നിൽക്കുന്നുണ്ട്. അല്ല, ഈ സമയം ഇപ്പൊ വെയിലൊക്കെ താന്ന് പറഞ്ഞാൽ എല്ലാം പത്തിയൊക്കെ മടക്കി നിൽക്കുന്നല്ലേ. ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ റൂട്ടുകളിൽ പോകുന്നല്ലേ. അപ്പുറം ഇപ്പുറം പാടവും പിന്നെ വാഴക്കൃഷി, പിന്നെ നമ്മൾ കണ്ട സൂര്യകാന്തി തോട്ടം അവിടെ. പക്ഷെ വെയിലൊക്കെ വെയിലൊന്നും ഇല്ലാത്ത ഒരു വാടി നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് പിന്നെ അവിടെ നിർത്താൻ. പിന്നെ അതുപോലെ നമുക്കിനി ഫോറസ്റ്റ് റൂട്ട് കയറണ്ട. അപ്പൊ നമ്മൾ അധികം ലേറ്റ് ആകുന്നില്ല. അപ്പൊ നമ്മള് കറക്റ്റ് മുത്തങ്ങ എത്തി. മുത്തങ്ങ അവിടെ ജസ്റ്റ് പാസ് ചെയ്ത്. മുത്തങ്ങ ബോർഡ് അവിടെ കണ്ട്.
മുത്തങ്ങ ഇതാണ് മുത്തങ്ങ എന്ന് പറഞ്ഞ ജംഗ്ഷനായിട്ട് അവിടെ കണ്ടത്. അതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ മുത്തങ്ങ ഏരിയ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പുറത്തൊക്കെ തേക്ക് കാടാണ്. പക്ഷെ എന്നാലും വീടുകളൊക്കെ അവിടെയൊക്കെ കാണാം. അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഈ സൈഡ് ഫോറസ്റ്റ് അല്ലേ? ഈ സൈഡ് ഫോറസ്റ്റ് ഏരിയ. ഇടയ്ക്ക് മറ്റേ എലിഫന്റ് ക്രോസിംഗിന് ഇത് കോഷൻ ബോർഡ് കാണിക്കുന്നുണ്ട്. കോഷൻ ബോർഡ് ഉണ്ട് കുറെ സ്ഥലത്ത്. പിന്നെ മാനിന്റെ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഗുണ്ടൽപേട്ട് വരെ ഈ ഒരു ഇതിന് കുറച്ചുകൂടി ചിലപ്പോൾ നല്ല ഫോറസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അറിയില്ല. എന്തായാലും മുമ്പോട്ട് പോവാം. ഇത് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് രണ്ട് സൈഡിൽ നോക്കി ഞങ്ങൾ പോവാണ്. കുറെ പേര് പറഞ്ഞ ആനുവൽ സൈറ്റിങ്സ് കിട്ടുമെന്നാണ് പറഞ്ഞത്. വണ്ടികളുണ്ട്. അതാണ് പേടിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. ഇതുവരെ ഒരു തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയ എത്തിയിട്ടില്ല. അവിടെ ആനയുണ്ടേ. നോക്കട്ടെ നമുക്ക് എത്രത്തോളം കിട്ടും. കണ്ട ഇല്ല അവിടെ ഇല്ലേ? കണ്ട ഓ അങ്ങനെ അത് 3 കാണാം. പക്ഷെ അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് നല്ലോണം കാണാൻ പറ്റത്തില്ല. പൊന്നോതേ ആൺമയിലിനെ കണ്ട? മയിലുണ്ടോ അവിടെ? കണ്ട കണ്ട മയില്. ഹായ്, സൂപ്പർ അല്ലേ? കണ്ട അത് പീലി പെടുത്തി ആടുവരുന്ന അടിപൊളിയായിരുന്നു. അത് പീലി അതൊരു ഭാഗ്യമാണ്. അമ്മിമോ നീ ആനയെ കണ്ടു പൊന്ന്? 2 ആന നിൽക്കുന്ന കണ്ടു. ഹായ്, ഒരു ബേബി എലിഫന്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഹായ്, സൂപ്പർ അല്ലേ? അതെ സൂപ്പർ. അമ്മിമോ അതെന്താ നിക്കുന്നത് കണ്ടോ? അതാണ് മാൻ. കണ്ടോ? നമ്മള് സൂവിലൊക്കെ പോയി കണ്ടിട്ടില്ലേ? ആ മാന നിക്കുന്ന. ഹായ്. അത് ഇത് നമ്മള് മറ്റേ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാല് കടുവ പേടിയോ? ഞങ്ങക്ക് പിന്നെ പേടിയില്ല. വീട്ടിലെത്തി ഞങ്ങള് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കുറച്ച് വീഡിയോസിന്റെ സൗണ്ട് എങ്ങനെയാ പോയി. അപ്പൊ അതാണ് ഇനി കേൾക്കാൻ പോകുന്നത് വോയിസ് ഓവർ ആയിരിക്കും. അത് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ആണ്. ഇപ്പൊ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കയറിയിട്ടുണ്ട്. അവിടെ നമ്മൾ ആനകളൊക്കെ കണ്ടു തുടങ്ങിയത്. ഈ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കട്ടെ, ഇത് ഇത്ര വലിയ ഫോറസ്റ്റ് ആണ്, ഒരു വനം പോലെ തോന്നില്ലെന്ന്. പക്ഷേ ഇത് ഈ വണ്ടികളൊക്കെ പോകുന്ന കാരണം ഈ മരങ്ങളുടെയൊക്കെ സൈഡിലൊക്കെ നമ്മൾ കുറ്റിച്ചെടികൾ അതെല്ലാം ചെടികളൊക്കെ അവർ വെട്ടി തെളിച്ചിട്ടേക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ദൂരേന്ന് ആനിമൽസ് എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. എന്താണ് വിജനമായിട്ട് ഇങ്ങനെ കിടക്കുന്ന. പിന്നെ നമ്മൾ തുടക്കം തന്നെയാണ് ഈ ആനകളെയും പിന്നെ നമ്മുടെ മയിലിനെയും മാനയൊക്കെ കണ്ടത്. ഇപ്പം നമ്മൾ നേരെ കർണാടക കയറുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വണ്ടി ഇല്ലായിരുന്നോ? പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടികളൊന്നും അങ്ങനെ ചെക്ക് ചെയ്തില്ല. അതിൽ വലിയ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തൊക്കെ കണ്ടായിരുന്നു. ഈ ഒരു ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കർണാടകയാണ്. നമ്മളീ പോകുന്ന വഴിക്ക് ഇപ്പോൾ ആനകളെയൊക്കെ കണ്ട സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമുക്ക് നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലവണ്ണം ആനകളെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ നിർത്താൻ പറ്റത്തില്ല. കാരണം നിർത്തരുതെന്നാണ്. അതുപോലെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നിർത്താതിരിക്കണം നല്ലത്. കാരണം നമുക്ക് കാണുമ്പോഴത്തേക്കും നിർത്തുവാണെങ്കിൽ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഒരു ടെൻഡൻസി ഒക്കെ തോന്നും. പക്ഷെ നമ്മള് അതുകൊണ്ട് നമ്മള് നിർത്താതിരിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ ഇതേ പോകുന്ന വഴിക്ക് മാനുകളെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഞങ്ങൾ ജസ്റ്റ് സ്ലോ ചെയ്ത് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. എല്ലാം നമ്മളിവിടെ നിർത്തി ഇറങ്ങി ഒന്നും നോക്കുന്നൊന്നുമില്ല. മാനുകളെ പിന്നെ ഞാൻ ഇതിനു മുമ്പേ മറയൂർ കാന്തല്ലൂരൊക്കെ പോയപ്പോഴും ഇതിനു മുമ്പേ അടുത്ത് കണ്ടിട്ടുണ്ട്. അവിടെ ആ നമ്മുടെ ചന്ദനത്തോട്ടത്തിന്റെ അവിടെയൊക്കെ മാനുകളൊക്കെ ഒരുപാടൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഈ ആനകളെ കാണുക എന്നുള്ളതായിരുന്നു. അതെന്തായാലും തുടക്കം തന്നെ കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യം. കാരണം ഞാൻ ആദ്യം കണ്ടത് ഒരു കൂട്ടം ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഒരമ്മയും കുഞ്ഞുമായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ള നിൽക്കുന്നതിനെ നമ്മൾ അധികം കാരണം ഈ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും ഇത് തള്ള ആന നമുക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട്, കേട്ടറിവാണ്. അപ്പം അതൊക്കെ ഇരുട്ടി തുടങ്ങി. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി.
കുറച്ചുകൂടി നേരത്തെ സത്യം പറഞ്ഞാൽ വരേണ്ടി വരും. കാരണം ഇനി അങ്ങോട്ട് നമ്മൾ വനം കയറി കുറച്ച് ആയതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ള് ഇരുട്ടായിരിക്കും. ഇരുട്ടായിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അകത്തൊക്കെ ആനിമൽസ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. അതൊരു ഭയങ്കര നഷ്ടമായിപ്പോയി. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു വരവിന് ഒരു കാര്യം മനസ്സിലായി, ഏത് സമയത്ത് വരണമെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ഇതേ ഞങ്ങൾ കുറച്ച് ചെന്നപ്പോഴാണ് ഒരു കൂട്ടം കാട്ടുപോത്തിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതും ഒരു ഭയങ്കര ഭാഗ്യം. ഇത് കാണാൻ ഒരു 7-8 ഉള്ള ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കാണുമ്പോൾ അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ നല്ല ഭീമാകാരന്മാരെ കാരണം ഞങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യം തരിക. ഇപ്പൊ കണ്ട വണ്ടിയില്ലേ, ഞങ്ങൾ ദൂരെ നിന്ന് ആ വണ്ടി ഇവിടെ സ്ലോ ചെയ്തേക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ മനസ്സിലായി അവിടെ എന്തോ ഇവർ കണ്ടിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് സ്ലോ ചെയ്ത് വന്നത്. അത് നമ്മൾ കാണാൻ പറ്റും. ഓപ്പോസിറ്റ് വണ്ടികളോ അല്ലെങ്കിൽ നിർത്തിയിട്ടേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എന്തെങ്കിലും ആനിമൽസ് ഉള്ളതുകൊണ്ടാണ് അവരവിടെ നിർത്തിയേക്കുന്നത്. ഇത് ഇപ്പം കണ്ടില്ലേ, നല്ല കൂരിരുട്ടായി. വണ്ടികളൊക്കെ വരുന്ന കാരണം നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ആനിമൽ സൈറ്റിങ് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. പിന്നെ ഈ വളവൊക്കെ തിരിയുമ്പോഴത്തേക്കും മാൻ ഒക്കെ നിൽപ്പുണ്ടെങ്കിൽ ദൂരെ നിൽക്കുന്നത് കാണാൻ പറ്റും, വളവിനൊക്കെ. അതല്ലാതെ വേറെ ആനകളെ ഒന്നും ഞങ്ങൾ പിന്നീട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പം അത് കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇനി നെക്സ്റ്റ് ടൈം ഇതിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി നേരത്തെ, അതുപോലെ നിങ്ങളും യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ കയറി പോവുകയാണെങ്കിൽ സൈറ്റിങ്സ് കിട്ടും. അതെന്തായാലും ഈ ഒരു യാത്രയോടെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അറിയാൻ കഴിയും. പിന്നെ ഞങ്ങൾ അടുത്തതിന് ശ്രദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങള് കാട് കയറി വീണ്ടും കയറി ഇറങ്ങി. ഇപ്പൊ ഞങ്ങള് നാട്ടിലെത്തി. ഇപ്പൊ എവിടെ? ഗുണ്ടൽപേട്ട എത്താറായി. എന്നാലും കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഫോറസ്റ്റ് ഈ ഏരിയ കൂടി പോകണമെന്ന് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് ഇതുപോലെ കാഴ്ചകളും കണ്ടു പോകാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം. രാവിലെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അത് പറ്റിയില്ല. പക്ഷെ വൈകുന്നേര സമയത്ത് വന്നതുകൊണ്ട് ഉച്ച സമയത്ത് ഒന്നും സത്യം പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. വൈകുന്നേരം വന്നത് കാരണം കുറെ പേരെ കൂടെ കാണാൻ പറ്റി. പക്ഷെ പിന്നെയും കുറെ ഇരുട്ടി. എന്നാലും ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.